ഇന്ന് നമ്മൾ ഒരു അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിൽ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് 2 സവാള അരിഞ്ഞത് നന്നായി വറുത്തെടുക്കുക. സവോള ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോൺസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പ്രോൺസിന് മസാല ഉണ്ടാക്കാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. സവോള ഒരുവിധം നല്ല തീയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. നന്നായി വറുത്ത് വരുമ്പോഴത്തേക്ക് തീയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാം. സവോള ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വരും. സവോള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റും. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായ കാഷ്നട്ടും റൈസിൻസും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. കാഷ്നട്ട് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന റൈസിൻസും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യമായ റൈസിൻസും കാഷ്നട്ടും ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. വറുത്ത എണ്ണയിൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. അതായത് ഒരുപാട് എണ്ണയുണ്ട് മറ്റ് സ്പൈസസ് വറുക്കാനായിട്ട്, അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചു. അതിലേക്ക് ഏലക്കായ്, 2 ഗ്രാമ്പു, ബേ ലീഫ്, സിനമൺ, ജാതിപത്രി ഇവ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റാർ അനീസ് ഉണ്ടെങ്കിലും അതും 1-2 എണ്ണം ചേർക്കാം. സ്പൈസസ് എല്ലാം 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കരിഞ്ഞു പോകാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതീയിലായിരിക്കണം ഇത് നന്നായിട്ട് വഴറ്റാൻ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വെള്ളം പറ്റി വരണം. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാല: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല. ഇത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറുത്ത് വച്ചിരിക്കുന്ന സവോള ചേർക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് വേവിക്കുക. അതുപോലെ പ്രോൺസ് ഒരുപാട് വേകാനായിട്ടിരിക്കരുത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. ആവശ്യത്തിന് മാത്രമേ വേകാവൂ. പ്രോൺസ് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് വേവിച്ചെടുക്കുക. അതിലേക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത എണ്ണയുടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിൻ്റെ കൂടെ ഒരല്പം നെയ്യും ചേർത്ത് ആവശ്യത്തിനുള്ള സ്പൈസസും ചേർക്കുക. 10 സെക്കൻഡ് കഴിയുമ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം ഒഴിക്കണം. അതായത് നമ്മൾ സാധാരണ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഞങ്ങൾ 1.5 കപ്പ് വെള്ളം മാത്രമേ, 1 കപ്പിന് 1.5 കപ്പ് വീതമാണ് ചേർക്കുന്നത്. കാരണം മസാലയിലേക്കാണ് നമ്മൾ ചോറിടാൻ പോകുന്നത്. അതിനകത്ത് അല്പം വെള്ളമുണ്ട്. അതുകൊണ്ട് അതിന് ആവശ്യമായ വെള്ളം മാത്രമേ ചേർക്കാവൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വേവിക്കും. പ്രോൺസ് നമ്മൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് അത് വേവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആവശ്യത്തിന് വെള്ളം അതിനകത്തുണ്ട്. കാരണം വെള്ളം നമ്മൾ ചേർത്തിട്ടേ ഇല്ല അതിനകത്ത്. അതുകൊണ്ട് അധികം വെള്ളം ചോറ് വേവിക്കുമ്പോൾ അതിനകത്ത് ഇടരുത്. നമ്മൾ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം കുറച്ചൊഴിക്കുന്നത്. ചോറ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അതിനെ നമുക്ക് അത് കുറേശ്ശെ ലെയറായിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഉള്ളി വറുത്തത്, സവോള വറുത്തത് ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ചേർക്കാം. പുതിന നമുക്ക് ഇടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇപ്പോൾ സ്നോ മൂടി കിടക്കുന്നത് കൊണ്ട് ഒരു നിർവാഹവുമില്ല പുതിന എടുക്കാനായിട്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർ നിങ്ങൾ പുതിന ചേർക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കിവിടെ അതിനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ചോറ് നമുക്ക് പ്രോൺസ് മസാലയിലേക്ക് നമുക്ക് മാറ്റാം. പകരമായിട്ട് ഞങ്ങൾ ഒരല്പം മല്ലിയില ചേർത്തിട്ടുണ്ട് അരിഞ്ഞ്. ഇതിന് പുറത്തേക്ക് ബാക്കി ചോറൂടെ നിരത്തി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിലേക്ക് ഒരല്പം നെയ്യൂടെ പുറത്തൊഴിച്ചാൽ നല്ല രുചിയായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ലഭിക്കും. ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആവി വരുന്ന കാണാൻ പറ്റും. ആസനായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് താല്പര്യമാണെങ്കിൽ അത് ഉണ്ടാക്കി കൂട്ടത്തിൽ കഴിക്കുക.